നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ഡീൽ ഓർ നോ ഡീൽ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. മുൻകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഡീൽ ആരോപണം കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടി. എന്നാൽ ഇപ്പോൾ ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ്. CPM BJP ഡീൽ എന്നാണ് ആരോപണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത് ഉന്നയിച്ചു കഴിഞ്ഞു. ചരിത്രവും വർത്തമാനവും നിരത്തി മറുപടിയുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും EP ജയരാജനും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസും CPMും തമ്മിലാണ് ഡീലെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. ശരിക്കും ഇങ്ങനെ ഡീൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാവും ഈ ഡീൽ ഉണ്ടാവുക? അങ്ങനെ ഒരു ഡീൽ എത്രത്തോളം സാധ്യമാണ്? ഡീൽ ആരോപണത്തിന് പിന്നിലെന്താണ്? വരും ദിവസങ്ങളിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കളം സജീവമാക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതാവും. മറ്റൊന്ന് കാരാട്ട് റസാക്കിന്റെ വീട്ടിലേക്കുള്ള മടങ്ങിവരവാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗ് വിട്ട് ഇടതുചേരിയിലേക്ക് പോയ റസാഖ് പാണക്കാടെത്തി ഉപാധിരഹിതമായി ലീഗിലേക്ക് മടങ്ങിയെന്നാണ് പാണക്കാട് തങ്ങളടക്കം പറയുന്നത്. CPMനെ ഞെട്ടിക്കുന്നൊരു വാർത്ത വർക്കലയിൽ നിന്നും അല്പസമയം മുമ്പ് വന്നു. വർക്കലയിൽ പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്ന അന്തരിച്ച സുന്ദരേശന്റെ മകളും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ അംഗവുമായ സ്മിത സുന്ദരേശൻ ഇന്ന് രാവിലെ BJPയിൽ ചേർന്നു. ഉച്ചയോടെ വർക്കലയിൽ സ്ഥാനാർത്ഥിയെ VDJCന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായി സ്മിത സുന്ദരേശനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളുമായി ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇലയിലിരിക്കുന്ന ഓന്ത് തടിയിലേക്ക് കയറിയെന്ന് കരുതുക. പച്ച നിറത്തിൽ നിന്നും ചാര നിറത്തിലേക്ക് മാറാൻ കുറച്ച് സമയമെടുക്കും. പൊടുന്നനെ അങ്ങനെ ഓന്തിന് നിറം മാറാനൊന്നും കഴിയില്ല. പതിയാണ് നിറം മാറി വരുന്നത്. പക്ഷേ ഓന്തുകളെ നമ്മുടെ ചില നേതാക്കൾ തോൽപ്പിക്കും. രാവിലെ ചായ കുടിക്കുന്ന സമയം വരെ ഒരു പാർട്ടിയായിരുന്നയാൾ ഉച്ചയ്ക്ക് ഊണിനെത്തുമ്പോഴേക്കും എതിർ പാർട്ടിയുടെ ഷാൾ സ്വീകരിച്ച് ആ പാർട്ടി ആവുക മാത്രമല്ല, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്ന കാഴ്ചകൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നേതാക്കളുടെ പാർട്ടിക്ക് വ്യത്യാസമില്ല എന്നതാണ് കൗതുകകരം. കസേരകളിലേക്ക് സ്വാഗതം. CPM വർക്കല ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സ്മിത സുന്ദരേശൻ വർക്കലയിൽ BJP സ്ഥാനാർത്ഥി എന്നാണ് തെരഞ്ഞെടുപ്പ് കളത്തിലെ ഏറ്റവും പുതിയ കസേരകൾ. CPM വിട്ടുവന്ന സ്മിതയെ ഷാൾ അണിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്വീകരിച്ചു. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാവുമായിരുന്ന TP സുന്ദരേശന്റെ മകളാണ് എന്നത് പ്രത്യേകം ഓർക്കണം. വലിയ പാർട്ടി കുടുംബത്തിൽപ്പെട്ട, പാർട്ടി പാരമ്പര്യത്തിൽപ്പെട്ട, അതിന്റെ ഇങ്ങേ തലക്കലുണ്ടായിരുന്ന, ഇപ്പോൾ വരെ പാർട്ടിയിൽ സജീവമായി നിന്ന, കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമൊക്കെ ആയിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇങ്ങനെ പാർട്ടി മാറിയെന്ന് ഓർക്കണം. വ്യക്തിപരമായി വലിയ സാമ്പത്തിക ബാധ്യത സ്മിത സുന്ദരേശനുണ്ടെന്നും ഇപ്പോൾ BJPയിലേക്ക് ചേരാനുള്ള കാരണം ഇതാണെന്നാണ് അനൗദ്യോഗികമായി അവിടുത്തെ CPM നേതാക്കളൊക്കെ പറയുന്നത്. പക്ഷേ സ്മിത പറയുന്നത് അങ്ങനെയല്ല. മോദിയുടെ ആദർശം കണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ട്, പ്രവൃത്തി കണ്ട് താൻ ആ BJPയിലേക്ക് എത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാണോ ഇതെല്ലാം സ്മിത കണ്ടത് എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ നിൽക്കുകയാണ്. എന്തായാലും സ്മിത സുന്ദരേശന്റെ വാക്കുകൾ കേൾക്കാം. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തപ്പെട്ടത് CPM എന്ന പാർട്ടി ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി അത് തന്നെയാണ് എന്നെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയണ്ടേ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യം തോന്നിയിട്ടും കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള വികസനത്തിന് മാത്രമേ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു പൊതു പ്രത്യേകത എന്തെന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് തലേന്ന് പാർട്ടി മാറി പുതിയ പാർട്ടിയിലെത്തി ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നവരെല്ലാവരും പൊടുന്നനെ അന്നാണ് തിരിച്ചറിയുന്നത് താൻ അതുവരെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിക്ക് എന്തോ വല്ലാത്ത മൂല്യച്യുതി ഉണ്ടെന്നും ആ പാർട്ടി ആകെ തെറ്റായ വഴിയിലൂടെയാണ് പോയതെന്നും പുതുതായി താൻ സ്ഥാനാർത്ഥിയാവുന്ന പാർട്ടി അതാണ് ലോകത്തെ ഏറ്റവും മഹത്തായ പാർട്ടി എന്നുമൊക്കെ പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു ബോധോദയം എങ്ങനെയാണെന്നറിയില്ല. അത് പല പാർട്ടിയിലെയും പല നേതാക്കൾക്കും
ഈ സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോൾ അത്തരം ചില ബോധോദയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അവർ പറയുന്ന വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അവർ പറയുന്നതല്ലേ അവരുടെ ശരി, നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അവരെന്തുകൊണ്ടാണ് മാറിയതെന്നും അല്ലെന്നുമെല്ലാം. പക്ഷേ പൊതുവായ ഒരു കൗതുകം ഇതാണ്. പൊടുന്നനെ സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയുന്നു, പൊടുന്നനെ മറ്റൊരു പാർട്ടി ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയായി മാറുന്നു. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്, ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സജീവമാക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് തന്നെയാണ്. CPM BJP ഡീൽ എന്ന് കോൺഗ്രസ്, BJP ഡീൽ എന്ന് CPM. ഏത് കാലത്തും ഏത് ഡീൽ ആരോപണം വന്നാലും അപ്പോഴെല്ലാം ഒരു ഭാഗത്ത് സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നൊരു പാർട്ടി കേരളത്തിൽ BJP ആണ്. എവിടെയൊക്കെ ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ഒക്കെ പറയുന്നത് ഒന്നുകിൽ BJP വോട്ട് മറിച്ചു, അല്ലെങ്കിൽ BJP വോട്ട് വാങ്ങി. അങ്ങനെ BJP ആണ് ഡീലിൻ്റെ ഒരു ഭാഗത്ത് എല്ലാ കാലത്തും ഉള്ളത്. ശരിക്കും BJPക്കാർ പറയുന്നത് അങ്ങനെയല്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഈ ഡീല് ഞങ്ങളല്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPMും കോൺഗ്രസും തമ്മിലാണ് ഡീൽ, അത് രാജ്യത്താകെ കാണുന്നതല്ലേ ഇന്ത്യ മുന്നണി എന്ന പേരിലൊക്കെ. അതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കേരളത്തിൽ ഈ CPMും കോൺഗ്രസോട് ചേർന്നാണ് ഞങ്ങളെ ആകെ തോൽപ്പിക്കുന്നതെന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഡീൽ ആരോപണവും പ്രത്യാരോപണങ്ങളുമെല്ലാമായി ചില ഇടിവെട്ട് ബൈറ്റുകൾ നമുക്ക് കേൾക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി കഴിഞ്ഞു. സർക്കാരിനെതിരെയും CPMനെതിരെയും ഡീൽ ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസ് കേട്ടുകൊണ്ടിരുന്ന ആരോപണമാണ് കോലീബി സഖ്യം എന്നടക്കം എന്നോ കാലത്ത് നടന്ന ആരോപണം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ആ കോൺഗ്രസ് ആദ്യമായി ഡീൽ ആരോപണം CPMനും BJPക്കും നേരെ ഉന്നയിക്കുന്നു. പാലക്കാട് ഉന്നയിച്ചുകൊണ്ടാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുത്തിയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് CPM നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി BJPയുമായുള്ള ഡീലിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. AICC ജനറൽ സെക്രട്ടറി കെ.സു. വേണുഗോപാൽ തന്നെയാണ് ഇന്ന് വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. CPMന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു ഭാഗത്ത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു പടി കൂടി കടത്തി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് NDA 2020 പോലെ പ്രാദേശികമായി 2-3 പരമാവധി പോയാൽ 4 മണ്ഡലത്തിലൊക്കെ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ 10-20 സീറ്റൊക്കെ കൊടുത്ത് അവിടെയെല്ലാം മത്സരിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ പോലെയൊക്കെയുള്ള BJPക്ക് വലിയ സ്വാധീനമുള്ള, BJP 29,000 24,000 ഒക്കെ വോട്ട് പിടിക്കുന്ന മണ്ഡലമായ BJPക്ക് 2ാം സ്ഥാനത്തൊക്കെ എത്താനോ അല്ലെങ്കിൽ ഒരു വേള വിജയിക്കാൻ പോലും വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ 2020ക്ക് നൽകുന്നത് അതുകൂടി ഈ ഡീലിൻ്റെ ഭാഗമാണ്. സംസ്ഥാനത്താകെ ഇങ്ങനെ CPMനെ ജയിപ്പിക്കാൻ BJPയും CPMും തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. വളരെ വ്യക്തമാണല്ലോ. പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് പയ്യലക്ഷം. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്യുന്നത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ ഒരു മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥി, അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂലി കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJP. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോൾ BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കുന്നു. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്റെ പ്രശ്നത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJPക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാര് ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അതാണ് എന്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണം.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള ഏറ്റവും വലിയ ആരോപണം നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടി എല്ലാ കാലത്തും BJP ആണ്. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിന് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ പൊതു തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അതെല്ലാം കഴിയുമ്പോൾ BJP നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു മുമ്പ് വോട്ട് മറിച്ചു കൊടുത്തു, വോട്ട് കച്ചവടം നടത്തി. BJPയുടെ ചില മുൻകാല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിൻ്റെ ഹോൾസെയിൽ ഡീലർമാരായിരുന്നു എന്ന് ആ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നീടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി BJP അങ്ങനെയല്ല. അവരുടെ മണ്ഡലങ്ങളിലൊക്കെ വോട്ട് നില മെച്ചപ്പെടുത്തുന്നുണ്ട്, അവർ വിജയിക്കാൻ ആഗ്രഹിച്ച് മത്സരിക്കുന്നുണ്ട്. ആ വോട്ട് കച്ചവടം എന്നുള്ള ഒരു ആരോപണമൊക്കെ കുറഞ്ഞു നിന്ന കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരം ഒരു ആരോപണം വരുമ്പോൾ BJPയുടെ മറുപടി അങ്ങനെയല്ല. അവർ ദേശീയ തലത്തിലെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസും CPM-ഉം എല്ലാം ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒന്നിക്കുമ്പോൾ കേരളത്തിലും BJPയെ പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഡീൽ ആണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാദം. എന്തായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൊടുവള്ളിയിലെ നിന്നൊരു വാർത്തയാണ്. ഒരാൾ വീട് വിട്ടുപോയ ഒരാൾ, മുമ്പ് പാർട്ടി വിട്ട് ഇടതുചേരിയിൽ കയറുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ മടങ്ങി വന്നു എന്നുള്ളതാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ പല മണ്ഡലങ്ങളിലും വിമതരുടെ ശല്യം ഉയരുകയും വിമതരൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഉണ്ടാവുന്നതിനേക്കാൾ മുറുമുറുപ്പ് ലീഗിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. വനിതാ ലീഗുകാരുടെ എന്തായാലും എതിർപ്പ്, പരസ്യ പ്രതിഷേധമൊക്കെ പിന്നീട് പരസ്യമാവാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ ലീഗിന് സന്തോഷകരമായ ഒരു വാർത്ത. കൊടുവള്ളി മുൻ LDF സ്ഥാനാർത്ഥിയും MLA-യും ഒക്കെ ആയിരുന്ന കാരാട്ട് റസാക്ക് വീണ്ടും ലീഗിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ്. പാണക്കാട് തങ്ങളുടെ വീട്ടിൽ എത്തി ആണ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം പാണക്കാട് വീട് തന്നെയാണ്, പാണക്കാട് തങ്ങൾ തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അവസാന വാക്ക് യാതൊരു ഉപാധിയുമില്ലാതെയാണ് കാരാട്ട് റസാക്ക് തിരിച്ചു വന്നതെന്നാണ് പാണക്കാട് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ അവകാശപ്പെടുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാക്ക് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയെ നയിക്കുന്നതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ മികവൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയമായി ഒരു അവസരം വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ മടങ്ങി വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് UDF-ന്റെ ട്രെൻഡ് വ്യക്തമായി കഴിഞ്ഞു. UDF വിജയിക്കാൻ പോവുകയാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു. സ്വാഭാവികമായും വിജയിക്കാൻ പോകുന്ന മുന്നണിയിലേക്ക്, പാർട്ടിയിലേക്ക് ആളുകൾ മടങ്ങി വരും. ഒരു മടങ്ങി വരവിനെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇപ്പോൾ ട്രെൻഡ് UDF-ന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ, സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാക്ക് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടി വ്യക്തമാക്കുന്നതാണ്. ഈ മടങ്ങി വരുന്നതിനെ സ്വാഗതമൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കുത്തുകൂടി കാരാട്ട് റസാക്കിന് കൊടുക്കുന്നുണ്ട്. ട്രെൻഡ് ഇവിടെ അനുകൂലമായപ്പോൾ ഇങ്ങോട്ട് വരുന്നു. പണ്ട് ട്രെൻഡ് എതിരായി നിന്നപ്പോൾ അങ്ങോട്ട് പോയ ആളാണ്. ഇപ്പോൾ ഒരു ചെറിയ വിടവൊക്കെ വന്നു എന്നുള്ളത് കൂടി പറയുന്നു. അവിടെയാണ് ഈ എക്സ്പീരിയൻസ്ഡ് ആയ പൊളിറ്റിക്കൽ ലീഡർമാരുടെയൊക്കെ ഒരു വാക്കുകളിലെ ശ്രദ്ധ. അവരെങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. അവർ ഈ തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടതിനെ സ്വന്തം നിലയിലേക്കും അപ്പോൾ തന്നെ എതിരാളിക്ക് കൊടുക്കേണ്ട കുത്ത് ആ തരത്തിൽ തന്നെ, എന്നാൽ പുറമേക്ക് മനസ്സിലാവാത്ത രീതിയിൽ അത് ചെയ്യുകയും ചെയ്യും. എന്നാൽ എന്തായാലും കാരാട്ട് റസാക്കിൻ്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹം പറയുന്നത് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നു. ഈ ചെയർമാൻ സ്ഥാനം ഉടൻ രാജിവെക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ കാലാവധി, ഈ സർക്കാരിൻ്റെ കാലാവധി വന്ന് പുതിയ സർക്കാർ വരാൻ പോകുമ്പോൾ, പാർട്ടി മാറുമ്പോൾ അത് രാജിവെക്കല്ലാതെ മറ്റു വഴിയിൽ. എന്തായാലും റസാക്കിൻ്റെ വാക്കുകൾ കേൾക്കാം. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളൂ.
എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം തോന്നിയത്? മറ്റു കാര്യങ്ങളൊക്കെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട് UDF-ന്റെ കൊടുവള്ളി വെച്ച്, അവിടെ വെച്ച് നമ്മൾ സംസാരിക്കാം. ഈ ബോർഡ് ചെയർമാൻ സ്ഥാനം തുടരും? അങ്ങനെ തുടരില്ല. ഇല്ല, രാജിവെക്കും. നേരത്തെ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് പറഞ്ഞിരുന്നത്. അതൊന്നും പരിഹരിച്ചില്ല പാർട്ടി. ആ രീതിയിൽ പരിഹരിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല. പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ പുനർചിന്തനം നടത്തേണ്ടി വന്നത്. രാത്രി എടുത്ത തീരുമാനം. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ, പ്രത്യേകിച്ച് തങ്ങളുടെയും ഗുലാബ് സാഹിബിനെയും എല്ലാവരും ഇപ്പോൾ പാർട്ടി മാറുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇങ്ങനെയാണ് പെട്ടെന്ന് ഒരു നാൾ, പെട്ടെന്ന് ഇന്നലെ രാത്രിയാണ് കാരാട്ട് റസാഖിന് തോന്നിയത് താൻ ഇതുവരെ നിന്ന മുന്നണിയും ആ മുന്നണി ശരിയല്ല, അവർക്ക് മറ്റെന്തൊക്കെ കുഴപ്പമുണ്ട്, താൻ മടങ്ങിപ്പോകേണ്ട സ്ഥലം, ശരിയായ സ്ഥലം ലീഗ് ആണെന്നാണ് എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്. ഏകദേശം ഏറെക്കുറെ സ്വരം സിനിമ ഡയലോഗ് പോലെ നമ്മുടെ രണ്ടുപേരുടെയും സ്വരം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് പോകുന്നവരെല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിന് PK ഫിറോസിന്റെ പ്രതികരണമുണ്ട്. PK ഫിറോസ് പറയുന്നത് അത് കൊടുവള്ളിയിൽ മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലാകെ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും, അത് UDF-ന് വലിയ നേട്ടമാണ് എന്നൊക്കെയാണ്. LDF-ൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൂടി പറഞ്ഞു വെക്കുന്നത് ചില ലീഗുകാരൊക്കെ ഇപ്പോൾ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വരുന്ന ഘട്ടത്തിൽ കൂടിയാണ്. ഫിറോസിന്റെ വാക്കുകൾ. കൊടുവള്ളി മാത്രമല്ല, കൊടുവള്ളിയിൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കൊടുവള്ളിക്ക് പുറമെ കൊടുവള്ളിയുടെ സമീപ മണ്ഡലങ്ങളിൽ പോലും, കാരണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. പാർട്ടി വിട്ടുപോയവർ, മുന്നണി വിട്ടുപോയവരെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു, മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നു. കൊടുവള്ളിയുടെ പ്രത്യേക സാഹചര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ 2 തവണയും UDF പരാജയപ്പെട്ടത് പാർട്ടിക്കകത്തുനിന്ന് ആളുകൾ പുറത്തു പോയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പുറത്തുപോയ ആളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഇടമല്ല CPIM എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവർ തിരിച്ചു വരുന്നത്. ഇത് മറ്റുള്ള ആളുകളെ പോലും സ്വാധീനിക്കും എന്നാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ പറയുന്നു, കാരാട്ട് റസാഖിന് സ്ഥാനാർത്ഥിയാക്കി, MLA ആക്കി, മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ നൽകി. പാർട്ടി മുന്തിയ പരിഗണന തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയത്. പക്ഷേ അധികാരമോഹം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും, അതുകൊണ്ടാണ് ലീഗിലേക്ക് മടങ്ങിപ്പോയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയം. അത് വസ്തുതാ വിരുദ്ധം. അദ്ദേഹം MLA ആയിരുന്നു. MLA സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വേറെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഭരണസ്ഥാപനങ്ങൾ അദ്ദേഹം ചുമതല നിറവേറ്റിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തെ പിടികൂടിയ താല്പര്യമെന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അധികാരമോഹമായിരിക്കാം, അല്ലെങ്കിൽ വേറെ വലിയ ലക്ഷ്യമായിരിക്കും. ആ ലക്ഷ്യം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ചിലപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നേടാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് കാരാട്ട് റസാഖുമാരെ പോലെയുള്ള നിരവധി പേർ ഓരോ ദിവസവും ഇനി വരും ദിവസങ്ങളിലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച വരെ നോമിനേഷൻ കൊടുക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് ഒരു മറ്റു പാർട്ടികളിൽ നിന്ന് അങ്ങനെയുള്ള ചാട്ടങ്ങൾ ഇനിയും ചിലപ്പോൾ പെട്ടെന്നുള്ള ഈ നിറം മാറ്റങ്ങൾ, ഒന്നിനേക്കാൾ വേഗത്തിലുള്ള നിറം മാറ്റങ്ങൾ പല പാർട്ടികളിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു കാര്യമുണ്ട്. പിന്നീട് ആർക്കും പെട്ടെന്ന് ഈ സ്വന്തം പാർട്ടിയിലെ മൂല്യച്യുതിയെക്കുറിച്ചോ അല്ലെങ്കിൽ താൻ പുതിയൊരു തീരത്ത് കാണുന്ന മനോഹരമായ ഒരു കാലത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് പിന്നീട് ഓർമ്മ വരില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്താണ് ഭൂരിപക്ഷം പേർക്കും ഇത്തരം ഓർമ്മകൾ വരുന്നത്. എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാവുന്ന മറ്റൊരു വാക്കിനെ കുറിച്ച് നോക്കാം. അത് ചെറ്റത്തരം എന്ന വാക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രയോഗം നടത്തിയത്. പലപ്പോഴും ഇത്തരം ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാർട്ടി വിട്ട് UDF പിന്തുണയോടെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരനെതിരെയായിരുന്നു ഈ ആരോപണം. മുമ്പ് സമാനമായി പിണറായി നടത്തിയ ഒരു പ്രയോഗം പരനാറി എന്നുള്ളതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇങ്ങനെ പൊടുന്നനെ RSP, അന്ന് LDF-ന്റെ ഭാഗമായിരുന്ന, ദേശീയ തലത്തിലടക്കം ഇടതു സഖ്യത്തിന്റെ ഭാഗമായിരുന്ന, ബംഗാളിലെ രണ്ടാമത്തെ പാർട്ടിയൊക്കെയാണ്, കേരളത്തിൽ അത്ര ശക്തിയൊന്നുമില്ലെങ്കിലും RSP പൊടുന്നനെ LDF മുന്നണി മാറി UDF-ലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് അന്ന് കൊല്ലത്ത് MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്ന NK പ്രേമചന്ദ്രനായിരുന്നു. ഈ NK പ്രേമചന്ദ്രൻ്റെ എതിരായിട്ടുള്ള MA ബേബി മത്സരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വേദിയിലാണ് പറയുന്നത് പരനാറി എന്നുള്ള പ്രയോഗം നടത്തുന്നത്. അത് ഒരിടത്തല്ല, ആവർത്തിച്ച് 3 വേദികൾ ആ പരനാറി പ്രയോഗം നടത്തി. പിന്നീട് വലിയ വിവാദമൊക്കെ ആയെങ്കിലും പിണറായി വിജയൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പണ്ട് കുലംകുത്തി എന്ന് TP രാമകൃഷ്ണനെ വിളിച്ചതും പരനാറി എന്ന് NK പ്രേമചന്ദ്രനെ വിളിച്ചതിലുമെല്ലാം അവരെ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്.
പക്ഷേ ഈ ചെറ്റത്തരം എന്ന വാക്കിന് മറ്റൊരു കുഴപ്പമുണ്ട്. പിണറായി വിജയൻ ഉദ്ദേശിച്ച അർത്ഥം എന്തായാലും ചെറ്റത്തരം എന്ന വാക്ക് ഈ വർത്തമാനകാലത്തിൽ പൊളിറ്റിക്കലി കറക്റ്റായ ഒന്നല്ല. ചെറ്റ എന്ന വാക്കിൻ്റെ ഉത്ഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണത്. പക്ഷേ അത് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. പക്ഷേ അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതൊരു ഇടത് രാഷ്ട്രീയ നേതാവിന്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉപയോഗിക്കാവുന്ന ഒരു വാക്കല്ല. മുഖ്യമന്ത്രി വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പ്രയോഗം നടത്തുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ന്യൂസ് 18 അഭിമുഖത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. വർഗവഞ്ചകൻ എന്ന പ്രയോഗമാണ് ജി സുധാകരനെതിരെ മുഖ്യമന്ത്രി നടത്തിയത്. അത് പൊളിറ്റിക്കലി വേണമെങ്കിൽ കൃത്യമായി പറയാവുന്ന, തൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ആശങ്കകളെ വഞ്ചിച്ച, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു പോയ ഒരാൾക്കെതിരെ വർഗവഞ്ചകൻ എന്ന് ഉപയോഗിക്കാം. ഞങ്ങളുടെ അഭിമുഖത്തിൽ അദ്ദേഹം ഈ ഒരു വാക്ക്, ചെറ്റത്തരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. ആ അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. അതൊരു പ്രത്യേക കേസായിട്ട് വന്നതാണ്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വരുന്നൊരു കാര്യമെന്നേ കാണാൻ കഴിയും. പൂർണ്ണമായും വർഗവഞ്ചനയാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും ആ തരത്തിൽ വഞ്ചന കാണിക്കേണ്ടവരല്ല അവർ. പക്ഷെ അവർ വഞ്ചകരായി മാറി എന്നതാണ് അനുഭവം. എന്നാൽ അതുകൊണ്ടൊന്നും CPIM-നെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുന്നതല്ല. ഇത് ഒന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ കാലത്തും ആദരിക്കുന്ന ഒരു ഭൂമിയാണ്. കാരണം അതാണ് പുന്നപ്രവയലാറിൻ്റെ ഭൂമി. ആ പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ എന്തായാലും ഇതുവരെയും ജീവിതകാലം മുഴുവൻ ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിയുടെ ഒരു ജില്ലയുടെ പരമാധികാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് പാർട്ടി രീതി അനുസരിച്ച് ശരിയാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ പരമാധികാരിയായി തന്നെയായിരുന്നു ജി സുധാകരൻ ഉണ്ടായിരുന്നത്. ആ ജി സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം കൈപിടിച്ചുയർത്തിയ നേതാക്കളൊക്കെ തന്നെയാണ് ഇപ്പോൾ പാർട്ടി തലപ്പത്തുള്ളവരിൽ മഹാഭൂരിപക്ഷവും. എന്തായാലും ജി സുധാകരൻ പാർട്ടി വിട്ടു പോകുമ്പോൾ വർഗവഞ്ചകൻ എന്നുള്ളത് പ്രയോഗം ഒരു രാഷ്ട്രീയമായ പ്രയോഗം, ശരിയായൊരു പ്രയോഗമാണ്. പക്ഷേ ചെറ്റത്തരം എന്ന് വരുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടാകുന്നു. സുധാകരനെതിരെ നടത്തിയ പരാമർശത്തിലൂടെ മുഖ്യമന്ത്രിയുടെ തനി നിറം പുറത്തു വന്നുവെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. സുധാകരൻ ഇതിന് നൽകിയ ഒരു മറുപടി കൂടിയുണ്ട്. സുധാകരൻ ഈ ചെറ്റത്തരം എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ചെറ്റപ്പുരകൾ നിന്ന് ചെറ്റപ്പുര എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, പാവങ്ങൾ താമസിച്ചിരുന്ന ഓല കൊണ്ടുള്ള പുരകളെയാണ്. അവിടെ താമസിക്കുന്ന ആളുകളാകെ മോശക്കാരാണ് എന്ന അർത്ഥത്തിൽ ഒരു കാലത്ത് ജന്മിമാർ ഉപയോഗിച്ചിരുന്ന, അന്ന് സമൂഹത്തിൽ അധികാരമുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ചെറ്റ എന്നുള്ള ഒരു വാക്ക്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആ ചെറ്റയോ ചെറ്റപ്പുരയോ സമൂഹത്തിൽ ഒരു കാലത്തും അങ്ങനെ ഒരു മോശപ്പെട്ടതല്ല. സമൂഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ, ഭൂമിയിൽ അധ്വാനം കൊണ്ട് വിളവുണ്ടാക്കിയ മനുഷ്യരുടെ കിടപ്പാടത്തിൻ്റെ പേരായിരുന്നു ചെറ്റപ്പുര എന്നുള്ളത്. എന്തായാലും അതങ്ങനെ തന്നെയാണ്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത്തരം വാക്കുകളിലൊക്കെ, ഇത്തരം കാര്യത്തിലൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഞാൻ പറയുന്നില്ല, ആദരണീയനായ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല എന്ന് നിങ്ങളെ കൂടുതൽ ചിലർക്ക് പരാതി. ഞാനൊന്നും പറയുന്നത് അതെൻ്റെ ഗുരുത്വമാണ്, എൻ്റെ ഗുരുത്വം. വിമർശിക്കും, പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചെറ്റയെന്നല്ല, ഇനി മറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകാർ ഇവിടെ കാണും ചെറ്റപ്പുര എന്നൊരു പ്രയോഗം. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ. ആ പാവപ്പെട്ടവന്റെ വീടാണത്, അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ നീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല, നിഘണ്ടു വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഇതിൽ മോശപ്പെട്ട രാഷ്ട്രീയത്തിലെപ്പോഴും ചില പ്രയോഗങ്ങൾക്ക് വലിയ അർത്ഥ സാധ്യതകളിലേക്കും അത് വലിയ വൈകാരിക അവസ്ഥയിലുമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു പ്രയോഗം ഒരാളെ അനാവശ്യമായി ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യും. അത്തരം പ്രയോഗങ്ങളുടെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന, മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട നിരവധി നേതാക്കൾ, രാജിവെക്കേണ്ടി വന്ന നേതാക്കൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ഇവരാരും ആ പ്രയോഗങ്ങൾ നടത്തുന്ന സമയത്ത് അത്തരം ഒന്നും ഉദ്ദേശിച്ചല്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ സജി ചെറിയാനായാലും ബാലകൃഷ്ണനുടെ പ്രസംഗമായാലും തുടങ്ങി അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഒറ്റ അനവധി സമയത്ത് കാണിക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് ഏത് നേതാവിനും ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന രാഷ്ട്രീയമായി ശരിയായ വാക്കുകൾ ഏത് ഘട്ടത്തിലും ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ഉപയോഗിച്ച് തന്നെയാണ് KC വേണുഗോപാലും മറുപടി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തനിനിറം ആണ് ഈ പരാമർശത്തിലൂടെ പുറത്തു വന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ജി സുധാകരൻ ചെറ്റത്തരമാണ് കാണിച്ചത്.
എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തനിനിറം ഇതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. നികൃഷ്ട ജീവിയിൽ നിന്നും പരനാറിയിൽ നിന്നും എടാ ഗോപാലകൃഷ്ണനും പുള്ളി മാറിയിട്ടേ ഇല്ല. ഈ ഇടക്കാലത്തെ മാറ്റമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കണ്ട് PR കൊടുത്ത അഡ്വൈസറിലെ മാറ്റമാണ്. തനിനിറം ഇത് തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജി സുധാകരന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം. ജി സുധാകരൻ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ ആളാണ്. കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് നിശിതമായിട്ട്. CPM-നകത്തും ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കാറുണ്ട്. അതൊന്നും ചെറ്റത്തരമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. സുധാകരൻ ചെറ്റത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാത്രമായിരുന്നു ബാധകം. ഒരു കാര്യം ഉറപ്പാണ്, അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ജ്ഞാനപ്പാനെ ചെറുതായി ഒന്ന് തിരുത്തിയാൽ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ജനങ്ങൾ, മാളിക മുകളിലേറിയ മന്നന്റെ തൂളിൽ മാറാപ്പു കയറ്റുന്നതും ജനങ്ങൾ എന്ന് വായിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ തണ്ടിലേറുന്നവരും തൂളിൽ മാറാപ്പു കയറ്റേണ്ടി വരുന്നവരുമായ നേതാക്കളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം അവരുടെ ഭാവി നിശ്ചയിക്കുന്ന ചില നേതാക്കൾ. ഇവരെക്കുറിച്ചാണ് ഈ വിശകലനം. ഈ ലക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കളുടെ നാളെയിലേക്ക് സ്വാഗതം. നേതാവിൻ്റെ നാളെ. ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ഏറ്റവും നിർണായകമാകുന്ന നേതാക്കൾ. 3 മുന്നണിയിലെയും പ്രധാന നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നാളെ എങ്ങനെയാവും ബാധിക്കുക എന്ന വിശകലനത്തിലേക്ക്. നേതാക്കളുടെ നാളെയിൽ ഇന്ന് പിണറായി വിജയൻ. വിജയിച്ചാൽ പിണറായി വിജയൻ അജയ്യനായി മാറും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എതിരാളികളില്ലാത്ത നേതാവായി മാറും. തുടർച്ചയായി 3ാം തവണയും മുഖ്യമന്ത്രിയാവുക എന്ന തകർക്കാൻ പ്രയാസമായ റെക്കോർഡിന് ഉടമയാകും. കാലം എത്ര കഴിഞ്ഞാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രകാശം പരത്തി നിൽക്കും പിണറായി വിജയൻ എന്ന പേര്. 21ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമെടുത്താൽ കേരളത്തിൻ്റെ 1ാം നമ്പർ പാർട്ടി CPM ആണ്. ആ പാർട്ടി കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തിൽ ആദ്യ 1.5 പതിറ്റാണ്ട് കാലം ചുറ്റിത്തിരിഞ്ഞത് 2 അച്ചുതണ്ടുകളെ ചുറ്റിയായിരുന്നു, VS അച്യുതാനന്ദനും പിണറായി വിജയനും. എന്നാൽ കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലം CPM-നും ഇടതുമുന്നണിക്കും ഒറ്റ അച്ചുതണ്ടേ ഉണ്ടായിട്ടുള്ളൂ. അത് പിണറായി വിജയനാണ്. പിണറായി തീരുമാനിക്കുന്നതേ പാർട്ടിയിലും മുന്നണിയിലും നടന്നിട്ടുള്ളൂ. പാർട്ടി തീരുമാനങ്ങളുടെയും ഇടതുമുന്നണി ഭരണത്തിൻ്റെയും നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും അധികാരിയും അവകാശിയും പിണറായി വിജയനാണ്. ഇനി 4 സാധ്യതകളിലേക്ക്. സാധ്യത 1, 90-ലേറെ സീറ്റുകളോടെ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി വീണ്ടും വിജയിക്കുക. അങ്ങനെയെങ്കിൽ പിണറായിയാണ് ശരി, പിണറായി മാത്രമാണ് ശരി എന്ന നിലയിലേക്ക് CPM-ഉം ഇടതുമുന്നണിയും കേരളവും മാറും. പാർട്ടിയിലും കേരളത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനിഷേധ്യ നേതാവായി പിണറായി വിജയൻ തുടരും. മുഖ്യമന്ത്രി ആരാവുമെന്ന ചോദ്യം ഉയരുകയേയില്ല. മന്ത്രിമാരാരാവണമെന്നതും പിണറായി വിജയനാവും തീരുമാനിക്കുക. കേരളത്തിൻ്റെ പിതൃസ്വരൂപമായി പിണറായി വിജയൻ എന്ന മനുഷ്യൻ മാറും. ദേശീയ തലത്തിൽ സംഘപരിവാർ വിരുദ്ധ ചേരിയുടെ നേതാവായി കൂടി കൂടുതൽ ഉയരത്തിലേക്ക് പിണറായി എത്തും. അടുത്ത പാർട്ടി കോൺഗ്രസിന് ശേഷവും PB-യിലും പാർട്ടി നേതൃത്വത്തിലും തുടരും. ഈ സാധ്യതയിൽ ഏറ്റവും കനത്ത തിരിച്ചടിയും തകർച്ചയും നേരിടേണ്ടി വരുന്നത് UDF-നും കോൺഗ്രസിനുമാകും. പരസ്യ കലാപത്തിലേക്ക് കോൺഗ്രസ് നീങ്ങും. പ്രതിപക്ഷ നേതാവ് ആരാവണം എന്നതിലടക്കം കടുത്ത തർക്കത്തിലേക്കാകും നീങ്ങുക. നിലവിലെ ആരോഗ്യാവസ്ഥയിൽ ഇത് നേരിടാൻ കഴിയുന്നത്ര ആരോഗ്യസ്ഥിതി കോൺഗ്രസിന് ഇല്ല എന്നതും ഓർക്കണം. ഇനി സാധ്യത 2, നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ജയിക്കുക. 3ാം തവണയും ജയം ആവർത്തിക്കാനായി എന്ന ഒറ്റ കാരണത്താൽ പിണറായി വിജയന്റെ നേട്ടമായി തന്നെ ഇതും വിലയിരുത്തപ്പെടും. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവുമെന്നതിലും സംശയമില്ല. പക്ഷേ പാർട്ടിയിലും സർക്കാരിലും സമ്പൂർണ്ണാധിപത്യം തുടരാനാവില്ല. പാർട്ടിയിലെ ഭിന്നസ്വരങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ മന്ത്രിമാരെ തീരുമാനിക്കാനും മുന്നോട്ട് പോകാനും കഴിയൂ. ക്രമേണ പാർട്ടിയിലെ സമ്പൂർണ്ണാധിപത്യത്തിൽ ഇടിവുണ്ടാവുകയും ചെയ്യും. സർക്കാർ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം മറ്റാർക്കെങ്കിലും കൈമാറേണ്ടിയും വന്നേക്കാം. ഇനി സാധ്യത 3, ഇടതുമുന്നണിക്ക് നേരിയ പരാജയം ഉണ്ടാകുന്നു. ഇടതുമുന്നണി പരാജയത്തിൻ്റെ പഴി മുഖ്യമായും കേൾക്കേണ്ടി വരിക പിണറായി വിജയന് തന്നെയാകും. പക്ഷേ പരാജയം നേർത്തതായതിനാൽ വരും വർഷങ്ങളിലും പാർട്ടിയിൽ കാര്യമായ പരിക്കില്ലാതെ പിണറായി വിജയന് നേതൃത്വത്തിൽ തുടരാം. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണോ എന്നത് പിണറായി തന്നെയാവും തീരുമാനിക്കുക. ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പകരം ആര് വരണമെന്നതിലും പിണറായിയുടെ അഭിപ്രായത്തിന് തന്നെയാവും മേൽക്കൈ. ചുരുക്കി പറഞ്ഞാൽ പിണറായി സ്വയം മാറി നിന്നാൽ ആര് പ്രതിപക്ഷ നേതാവാവണമെന്നതും
പിണറായി തന്നെ തീരുമാനിക്കും. ഇനി സാധ്യത 4. ഇടതുമുന്നണിക്ക് സമ്പൂർണ്ണ പരാജയം. 90-ലേറെ സീറ്റുകളുമായി UDF വിജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ പിണറായി യുഗത്തിൻ്റെ അന്ത്യമാകും. പരാജയത്തിൻ്റെ പഴി പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടിയും വരും. പാർട്ടിയിൽ ഇപ്പോഴുള്ള കരുത്ത് വല്ലാതെ ചോരുകയും ഇപ്പോൾ ഒപ്പം നിൽക്കുന്നവരടക്കം പാർട്ടിക്കുള്ളിലും പുറത്തും പരസ്യ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് ആരാവണം എന്നതിലപ്പോൾ ആ സമയത്ത് പാർട്ടിയിൽ രൂപപ്പെടുന്ന ശാക്തിക ചേരിക്കാവും തീരുമാനമെടുക്കാൻ കഴിയുക. അടുത്ത പാർട്ടി കോൺഗ്രസോടെ പിണറായി വിജയൻ പാർട്ടി നേതൃസ്ഥാനത്തു നിന്നും ഒഴിയും. ഈ 4 സാധ്യതകൾക്കൊപ്പം പിണറായിയുടെ ഭാവി നിശ്ചയിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അത് BJP അക്കൗണ്ട് തുറക്കുമോ, തുറന്നാൽ 3-ലേറെ MLA-മാർ BJPക്കുണ്ടാവുമോ എന്നതാണ്. ഇടതുമുന്നണി ജയിച്ചാലും തോറ്റാലും BJPക്ക് അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ ലഭിക്കും. ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ പോരാട്ട നിരയിൽ പിണറായിയുടെ സ്ഥാനം ഉയർന്നു തന്നെ നിൽക്കും. മറിച്ച് ഇടതുമുന്നണി ജയിച്ചാലും തോറ്റാലും BJP MLA-മാരുടെ എണ്ണം 3-ൽ കൂടിയാൽ അവിടെ മുഖ്യ പഴി കേൾക്കേണ്ടി വരിക പിണറായിക്കാവും. ഡീൽ ആരോപണമടക്കം കേൾക്കേണ്ടിയും വരും. സാധ്യതകൾ ഇങ്ങനെ പലതുണ്ട്. ഇതിൽ ഏതാവും ഫലം എന്നറിയാൻ വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടിയും വരും. അടുത്ത ലക്കത്തിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന മറ്റ് പ്രധാനപ്പെട്ട ഓരോ നേതാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായാൽ അവരുടെ ഭാവി എന്താവും, മെച്ചപ്പെടുമോ, നശിച്ചു പോകുമോ, അല്ലാതെ അവർക്ക് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഓരോരുത്തരെയായി നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ എടുക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ഇലക്ഷൻ ചാനൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വിശകലനങ്ങളുമായി.